ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ഛനും അമ്മയും മോളും കൂടി, അതായത് അനാമികയും വേണുവും രേവതിയും കൂടി അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ കൂടെ ജാനകിയും കൂടെ കൂട്ടാതിരുന്നത് എന്താണെന്ന് രേവതി ചോദിക്കുമ്പോൾ അവർ വരാതിരുന്നത് നന്നായി രേവതി, അവരും കൂടെ വന്നായിരുന്നെങ്കിലേ കാര്യങ്ങൾ ഇവിടെയൊന്നും നിൽക്കില്ലായിരുന്നു എന്ന് പറയാ വേണു. എൻ്റെ സ്വർണം മുഴുവനും എടുത്ത് വിറ്റിട്ടും അച്ഛൻ്റെ കടമൊന്നും ഇതുവരെ തീർന്നില്ലേ എന്ന് മകൾ അച്ഛനോട് ചോദിക്കുമ്പോൾ, എൻ്റെ പൊന്നുമോളെ നീ എന്തൊക്കെയാണ് പറയുന്നത്, പലിശക്കടം കൂടിക്കൂടി വന്നാൽ അത് നമ്മുടെ മരണം വരെ തീരത്തില്ലെന്ന് വേണു പറഞ്ഞു. ആ കടങ്ങളൊക്കെ ഞാൻ തന്നെ തീർത്ത് തരണമല്ലോ, അല്ലാതെ അച്ഛനെ കൊണ്ടൊന്നിനും കഴിയത്തില്ലല്ലോ എന്ന് രേവതി പറയുമ്പോൾ, നിന്റെ അച്ഛനെ ഇപ്പം ആരുടെങ്കിലും കടം ചോദിച്ചാൽ ആരും കൊടുക്കാത്ത അവസ്ഥയായെന്ന് രേവതി മകളോട് പറയുക. ഇനി ആകെ പ്രതീക്ഷ അനന്തപുരിക്കാരുടെ ആ സമ്പത്തിലാണ്. അപ്പം നയന കൂടെ വന്നതുകൊണ്ട് ഇനി ആ പ്രോപ്പർട്ടിയെ പറ്റി അവളൊരു അന്വേഷണം നടത്തുമെന്ന് എൻ്റെ പേടിയെന്ന് അനാമിക നേരം പറഞ്ഞു. അവളുടെ മട്ടും ഭാവമൊക്കെ കണ്ടപ്പോൾ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് വേണുവേട്ടാ എന്ന് പറയുമ്പം, ആ പ്രോപ്പർട്ടിക്ക് ഒരു ഇടനിലക്കാരൻ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അയാൾ എന്തായാലും നമ്മളെ ചതിക്കില്ല എന്ന് വേണു. പിന്നെ എവിടുന്നാ അവൾ ആ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്? അപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. സ്വന്തം ഭർത്താവ് തെറ്റ് ചെയ്തത് കൊണ്ട് ഇനി അതിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഉയർത്തി കാണിക്കാൻ ശ്രമിക്കും അവളെന്ന കാര്യം ഈ അനാമിക പറയുമ്പോൾ, എന്തുയർത്തി കാണിച്ചാലും ശരി, അവൻ ചെയ്ത തെറ്റ് അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോകുന്നതല്ല മോളെ എന്ന് വേണു. മോളും അതുപോലെ മോൾ അനിയുടെ അമ്മയെയും അതുപോലെ തന്നെ അഭിയുടെ അമ്മയുടെയും ഒക്കെ ഒപ്പം നിന്ന് നയനയെയും ആദർശിനെയും ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിച്ചു കൊണ്ടേ ഇരിക്കണം. മനസ്സിലായോ നിനക്ക്? എന്താണെന്ന് അറിയില്ല. ഇപ്പം അഭിയേട്ടൻ പഴയതുപോലെ ഒന്നിനും കൂടെ നിൽക്കുന്നില്ല. അഭിയേട്ടൻ എന്തിനൊക്കെയോ ഭയക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ, എങ്ങനെ ഭയപ്പെടാതിരിക്കും? അവനും അത്ര നല്ല പുള്ളിയൊന്നും അല്ലല്ലോ. നമ്മൾ കണ്ടിട്ടില്ലേ അവൻ അന്യ പെൺകുട്ടികൾക്കൊപ്പം കറങ്ങുന്നത്? അവൻ തല്ലിപ്പൊളിയാണെന്നൊരു പേരൊക്കെ ഉണ്ട്. പക്ഷേ അതുപോലെ അല്ലല്ലോ ആദർശിൻ്റെ കാര്യം. അവൻ മിസ്റ്റർ ക്ലീനായിട്ട് നടക്കുമല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ, അന്ന് സോഷ്യൽ മീഡിയയിലൂടെ മൂർത്തി ജ്വല്ലറിയുടെ MD കഴിഞ്ഞ കാലം പുറത്ത് കൊണ്ടുവരണമെന്ന് കരുതിയിട്ട് അത് നടന്നില്ല. അതിനുവേണ്ടി മുന്നിട്ട് ഇറങ്ങിയതേ അഭിയേട്ടനായിരുന്നു. പിന്നീട് അത് എന്തുകൊണ്ടാണ് തണുത്തു പോയതെന്ന് മനസ്സിലാകുന്നില്ലെന്ന് പറയുമ്പോൾ, മോള് വിഷമിക്കണ്ട, അവൻ തണുത്തെങ്കിൽ നമുക്കത് ചൂടാക്കാവുന്നു വേണു. പിന്നെ അതിനുള്ള അവസരമേ ആദർശും നയനയും സൃഷ്ടിക്കട്ടെ, നമുക്ക് വഴിയേ നോക്കാം. ഇപ്പം നമ്മുടെ കയ്യിലുള്ള കച്ചിത്തുരുമ്പാണത്. നിനക്ക് എന്തെങ്കിലും തട്ട് കിട്ടിയാൽ നമ്മൾ മൂർത്തിയെയും കുടുംബത്തെയും എടുത്ത് ഉടുക്കും മോളെ എന്നും പറഞ്ഞുകൊണ്ട് വേണു പറയുക. ഇതുവരെ മൂർത്തി സാറ് സമ്പാദിച്ച മാന്യതയൊക്കെ അതോടുകൂടി പോവുകയും ചെയ്തോളും, നീ ധൈര്യമായിട്ടിരിക്കാൻ അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുക്കുക. മകൾ അതും കേട്ടിട്ട് ഇങ്ങനെ കലിയും കയറി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് രാത്രി നവ്യയും അഭിയും നല്ല ഉറക്കം. കുഞ്ഞ് രാത്രി കിടന്ന് ഭയങ്കര കരച്ചിലാണ്. രണ്ടുപേരും അറിയുന്നില്ല കേട്ടോ. കൊച്ചു കുറേ നേരമായി കിടന്ന് കരയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യ എഴുന്നേറ്റ് നോക്കുമ്പോൾ കുഞ്ഞുവാവ നല്ല കരച്ചിൽ. അപ്പോഴേക്കും നവ്യ കുഞ്ഞിനെ എടുത്തു. അപ്പോൾ അബിയെ വിളിച്ചു. നവ്യ എവിടെ നിന്ന്? അബി അങ്ങ് എഴുന്നേറ്റില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മോൻ്റെ അച്ഛനെ ഒന്ന് കുത്തി വിളിച്ചാൽ പോലെ എഴുന്നേക്കുകയല്ല. എന്നെ എടാ കുട്ടാന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കുഞ്ഞിനെ തട്ടി ഉറക്കുക. എന്നിട്ട് എടാ അബി എന്നും പറഞ്ഞുകൊണ്ട് നവ്യ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും പതുക്കെ അബി കണ്ണ് തുറന്നു. കുഞ്ഞ് അറിയുന്നത് കേട്ടിട്ട് നീ എന്താ എഴുന്നേക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. 2-3 ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ്, രാത്രി ആകുമ്പോൾ കുഞ്ഞ് ഒരേ കരച്ചിലാണെന്നൊക്കെ നവ്യ പറഞ്ഞു. അത് കാരണം എനിക്ക് മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. നീ ആണെങ്കിൽ എഴുന്നേറ്റിട്ട് കുഞ്ഞിന് എന്താണെന്ന് പോലും ചോദിക്കുന്നില്ലല്ലോ എന്ന് നവ്യ പറയുമ്പം, ഞാൻ എടുത്താലും കുഞ്ഞ് കരച്ചിലൊന്നും നിർത്തത്തില്ലെന്ന് പറഞ്ഞു അഭി. അതിന് അവരുടെ അമ്മമാർ തന്നെ വേണമെന്ന് പറയുമ്പം, എന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നിൽക്കേണ്ട, എഴുന്നേറ്റ് വാടാ ഇങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് നവ്യ പറയുക. അപ്പം നല്ല ക്ഷീണമുണ്ട് നവ്യേ എന്ന് അഭി പറയുമ്പോൾ, എനിക്ക് അതിനേക്കാളും ക്ഷീണമുണ്ട്, എഴുന്നേക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് വാടാ ഇങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് നവ്യ അഭിയെ കുത്തിയേൽപ്പിച്ചു. എന്നിട്ട് കുഞ്ഞുവാവെ എടുക്കുന്നു. കുഞ്ഞ് കരയേണ്ട, അമ്മ എടുത്തിടാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുഞ്ഞിന് ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കുഞ്ഞിനെ തോളിലിട്ട് തട്ടുക. എന്നിട്ട് നവ്യ അഭിയോട് പറഞ്ഞു, നീ കുഞ്ഞിനെ തോളിലിട്ട് തട്ടിയാലും കുഞ്ഞ് ഉറങ്ങിക്കോളും. എനിക്ക് തോന്നുന്നത് കുഞ്ഞിൻ്റെ അച്ഛൻ മോനെ എടുക്കാത്തതിൻ്റെ സങ്കടമാണെന്നാണ് പറഞ്ഞപ്പം, നിൻ്റെ ഓരോരോ കണ്ടുപിടുത്തങ്ങളും എന്നും പറഞ്ഞുകൊണ്ട് അഭി, നമ്മുടെ മോനല്ലേടാ, പിന്നെ എന്തോന്ന് എടുത്താലെന്ന് ചോദിച്ചു നവ്യ. സാധാരണ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന അച്ഛന്മാരാണെങ്കിൽ കൊച്ചുങ്ങൾ കരയുമ്പോൾ ചാടി എഴുന്നേക്കാറാ പതിവ്. എന്നിട്ട് അവനെടുത്ത് തോളിക്കെടുത്തി ഒന്ന് മയക്കാനെങ്കിലും നോക്കും. ശരി നിനക്ക് ഉറങ്ങണമെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ പോരെന്നും ചോദിച്ചുകൊണ്ട് അഭി ഇങ്ങനെ കുഞ്ഞുവാവെ എടുത്തേക്ക് പുറത്തേക്ക് പോയി. അപ്പോഴേക്കും നവ്യ അവിടെ കിടന്ന് ഉറങ്ങുന്നു. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ജലജ അവിടെ കിടക്കുക. ജലജയുടെ വാതിലിൽ വന്ന് ഇങ്ങനെ കൊട്ടുക. അപ്പോൾ ശബ്ദം കേട്ടപ്പോൾ ജലജയ്ക്ക് ഭയങ്കര ദേഷ്യം എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കൊട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദേ വരുന്ന എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് ചെയ്തിട്ട് ഡോറ് തുറന്നപ്പോൾ അഭി കുഞ്ഞുമായിട്ട് നിൽക്കുന്നു. നീ ആയിരുന്നോ? നീ എന്തിനാടാ എൻ്റെ ഉറക്കം കളഞ്ഞതെന്ന് ജലജ ചോദിക്കുമ്പം എൻ്റെ ഉറക്കം കളഞ്ഞ് വേറെ ഒരുത്തി
കുഞ്ഞ് ഒരേ കരച്ചിലാ അമ്മേ, അതുകൊണ്ട് കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നിട്ട് അവൾ ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. എടാ അമ്മമാരല്ലേടാ കുഞ്ഞിൻ്റെ കരച്ചിൽ അടക്കേണ്ടതെന്ന് ജലജ ചോദിക്കുമ്പോൾ കുഞ്ഞ് രാത്രി ആയി കഴിഞ്ഞ് ഒരേ കരച്ചിലാ അമ്മയെന്ന് പറഞ്ഞു. അപ്പം എങ്ങനെ കരയാതിരിക്കും, അവളുടെ അല്ലേ മോൻ, ഓ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഇവൻ കാണിക്കുമെന്ന് പറഞ്ഞ് ഈ ജലജ. അതിന് നീ എന്തിനാ ഇവനെ എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് ജലജ ചോദിക്കുമ്പം അമ്മേ ഈ കുഞ്ഞിനൊന്ന് എടുക്കമ്മേ എന്നിട്ട് നോറക്കമ്മേന്ന് അബി. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന് ജലജ. അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നവ്യെ സോപ്പിട്ട് നിന്നേ പറ്റുള്ളൂ. നീ ഏത് നേരം അവളെ സോപ്പിടണം എന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ ആവശ്യം എന്താടാ? അവളെ സോപ്പിട്ട അവളുടെ അച്ഛനും അമ്മയും നിനക്ക് കുറച്ച് പൊന്നും പണമൊക്കെ കൊണ്ട് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവൾ കൂടെ നിന്നേ പറ്റത്തുള്ളൂ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അഭി. ഓ ആദർശ് വാല് പൊക്കുമ്പോൾ അവൻ്റെയും അവൻ്റെ ഭാര്യയുടെയും മുഖത്ത് നോക്കി നല്ല വർത്തമാനം പറയാനും സംസാരിക്കാനും നവ്യ നമ്മുടെ ഭാഗത്ത് വരേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എടാ അതിപ്പോൾ നമുക്കാണെങ്കിലും സംസാരിക്കാവുന്നല്ലേ ഉള്ളൂ, നമ്മൾ സംസാരിക്കുന്നത് എനിക്കൊരു പരിധിയില്ലേ അമ്മേ, അങ്ങനെ സംസാരിച്ചാ എന്നെ ഇപ്പോൾ തരം താഴ്ത്തി കളഞ്ഞതെന്നും അമ്മ ഇപ്പോൾ ഈ കുഞ്ഞിനെ ഒന്ന് പിടിക്കാൻ പറഞ്ഞു അബി. ഇങ്ങനെ ജലജയുടെ കയ്യിലേക്ക് കൊച്ചിനെ കൊടുത്തു. അമ്മ കുഞ്ഞിനെ കട്ടിലേക്ക് കിടത്തിക്കോ, എന്നിട്ട് തട്ടി ഉറക്കിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നിന്നെക്കൊണ്ട് പറ്റുമല്ലോ, കുഞ്ഞിനെടുത്ത് എനിക്ക് ശീലമില്ലല്ലോ അമ്മേ, ഇനിയിപ്പോഴേ അതൊക്കെ ശീലിച്ചേ പറ്റുള്ളൂ എന്ന് ജലജ മകന് പറഞ്ഞു കൊടുക്കുക. ദേ ഈ വയസ്സാം കാലത്ത് കുഞ്ഞിനെ പൊക്കിയെടുത്തോണ്ട് നടക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല കേട്ടോ എന്ന് ജലജ. ഓരോ ദിവസം കഴിയുന്തോറും കൊച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ജലജയുടെ കണ്ടുപിടുത്തം. എന്തായാലും ഇന്ന് ഞാൻ നോക്കാം, നാളെ ഇത് ആവർത്തിച്ചേക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജലജ പറയുകയാണേ. പിന്നെ നിനക്കറിയാലോ, ഓർക്കം ശരിയായില്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് നല്ല തലവേദന വരുമെന്നുള്ള കാര്യം. അപ്പോൾ അമ്മ ഇന്നത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും അമ്മയെന്നും പറഞ്ഞ് അബി അവിടെ നിന്ന് പോയി. ജലജ എന്നിട്ട് കൊച്ചിനെ വഴക്ക് പറയുക, എന്നെ എങ്ങാനും എൻ്റെ ഓർക്കം കളഞ്ഞോണ്ടല്ലോ ചെറുക്കാന്നൊക്കെ പറഞ്ഞ് കരച്ചിൽ നിർത്താനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ടടാ എന്നും പറഞ്ഞുകൊണ്ട് അതിനിട്ട് ഇങ്ങനെ കുത്തി ഇതാക്കിക്കൊണ്ടിരിക്കുക ജലജ. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കിരൺ വെയിറ്റ് ചെയ്യാണ് ആദർശിനെയും നയനയും ഒക്കെ. നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് വന്നു, ഒപ്പം നയനയുണ്ട്. രണ്ടുപേരും വന്നു കഴിഞ്ഞപ്പം അളിയ ആദർശേ, അബിക്കും അവൻ്റെ അമ്മയ്ക്കും പറ്റിയ ആൾക്കാരാണ് ഈ അനാമികയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ എന്ന് കിരൺ പറഞ്ഞു. എന്താടാ കാര്യം? എടാ ആ വസ്തു ഒരു അമേരിക്കക്കാരൻ്റേതാണെന്ന കാര്യം കിരൺ ഇങ്ങനെ ഇവരോട് പറഞ്ഞു. ഇവർ രണ്ടുപേരും ഞെട്ടി. അത് നോക്കുന്നതേ ഇവിടെ വാസു എന്ന് പറയുന്ന ഒരാളാണെന്നും അയാളെ ഞാൻ പോയി കണ്ടായിരുന്നുവെന്നും ഞാനുമായിട്ട് അയാൾക്ക് കുറച്ച് അടുപ്പമുണ്ടായിരുന്നു. അയാൾ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന കൂട്ടത്തിലുള്ള ആളാണ്. അതുകൊണ്ട് അയാൾ എന്നെ കണ്ടപ്പോൾ സത്യങ്ങളെല്ലാം പറഞ്ഞുവെന്ന് കിരൺ ഇങ്ങനെ ഇവരോട് പറയൂ കേട്ടോ. അങ്ങേർക്ക് ചില്ലറ കൊടുത്തിട്ടാ കുറച്ച് നേരത്തേക്ക് ഈ അനാമികയുടെ അച്ഛൻ ആ പ്രോപ്പർട്ടി അയാളുടേതാണെന്ന് പറഞ്ഞതെന്ന കാര്യം കിരൺ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, അഡ്വാൻസ് കൊടുത്തെന്നാ പറഞ്ഞതെന്ന് പറയുമ്പം 1 കോടി രൂപയിലെ അഡ്വാൻസ് കൊടുത്തെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ പ്രോപ്പർട്ടി അയാൾക്ക് പകുതി സ്വന്തം ആയല്ലോ എന്ന് കിരൺ. എടാ ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ച് ചെന്നപ്പോൾ തന്നെ വാസുവേട്ടൻ ആ പ്രോപ്പർട്ടിയുടെ A to Z കാര്യങ്ങൾ എന്നോട് പറഞ്ഞായിരുന്നു. അതിനുശേഷം വാസുവേട്ടനാണ് എന്നോട് സത്യങ്ങൾ പറഞ്ഞതെന്ന് പറയരുതെന്നും പറഞ്ഞെന്ന് പറഞ്ഞു. ശരിക്കും അനിയെ മുക്കിയതാടാ ഈ അനാമികയെന്ന് പറയുന്ന പെണ്ണ്. അവൻ്റെ കവിതയെല്ലാം നശിപ്പിച്ചത്. അവൻ മാഗസീനിലേക്ക് ഒരു കവിത എഴുതി അയച്ചപ്പോൾ അത് അച്ചടിച്ചു വന്നു. അതിൻ്റെ ആരാധികയെന്നും പറഞ്ഞിട്ടാ അവൾ ആദ്യമായിട്ട് അവനെ പരിചയപ്പെടുന്നതെന്ന കാര്യം പറഞ്ഞ് സംസാരിക്കുമെന്ന് കരുതി ആ ആരാധന പ്രേമത്തിലൊന്നും എത്തിയില്ലായിരുന്നു എന്ന് കിരണിനോട് നയനെ പറയണേ. അവൾക്ക് അനിയോടായിരുന്നു ഇഷ്ടം എന്ന് കരുതി അനി അവളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. എന്തായാലും കല്യാണം കഴിഞ്ഞ് പോയില്ലേ, ഇനിയിപ്പോൾ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കണമെന്ന് കിരൺ ഇവർക്ക് പറഞ്ഞു കൊടുക്കുമ്പം മുത്തശ്ശൻ ഒരിക്കലും ബന്ധം പിരിയാൻ സമ്മതിക്കില്ല എന്ന് ആദർശ്. അങ്ങനെ സമ്മതിച്ചില്ലെങ്കിൽ അനാമിക നമുക്ക് വഴിക്ക് കൊണ്ടുവരണം. എടാ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അനന്തപുരിയിലെ സ്വത്ത് കണ്ടിട്ടാണ് ഈ പറയുന്ന അനാമികയുടെ അച്ഛനും അമ്മയും ആ കുട്ടിയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അതാണ് അവരുടെ നീക്കം. എന്തായാലും എൻ്റെ അങ്കിളുണ്ടല്ലോ ജയിലിൽ കിടക്കുന്ന ആള്, അയാളുടെ സ്വഭാവക്കാരൻ തന്നെയാണ് ഈ അനാമികയുടെ അച്ഛൻ. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. അയാൾ വലിയ പണക്കാരനാണെന്നാണ് വാസുവേട്ടൻ പറഞ്ഞത്. അനിയാണെങ്കിൽ അവളുമായിട്ടുള്ള ബന്ധം പിന്നെ ഒരു കാരണവും കാത്ത് നടക്കുകയാണെന്ന് നയനെ അന്നേരം പറഞ്ഞു. എനിക്ക് അവളുടെ കാര്യം പറയുമ്പോൾ സരയുവിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഓർമ്മ വരുന്നതെന്ന് കിരൺ പറഞ്ഞു. സരയുവിൻ്റെ ക്യാരക്ടറുള്ള ഒരു പെണ്ണാണെങ്കിൽ അവന് ജീവിതകാലം മുഴുവനും കരയേണ്ടി വരും എന്നും കിരൺ ഇങ്ങനെ പറഞ്ഞു. എനിക്കറിയാം നിൻ്റെ ജീവിതത്തെക്കാളും നീ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിൻ്റെ അനിയൻ്റെ ജീവിതത്തിനാണ് എന്നുള്ളത്. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തു വേണമെന്ന് നിങ്ങൾ വേണം തീരുമാനിക്കാനെന്ന് പറഞ്ഞു. അനിയുടെ ജീവിതത്തിൽ ഭാര്യ എന്നൊരു സ്ഥാനമല്ലാതെ അതിനപ്പുറം അവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് അനി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അവൻ എന്നെ വിളിച്ചായിരുന്നടാ, എന്നിട്ട് അവൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞായിരുന്നു എന്ന് കിരൺ ഇവരോട് പറയുക കേട്ടോ. അവൾ കണ്ണിൽ കണ്ട ആണുങ്ങൾക്കൊപ്പം ചുറ്റിത്തിരിയുകയാണല്ലോ, ഞാനും കല്യാണികൾ ഒരു ദിവസം യാത്ര ചെയ്യുന്ന സമയത്തും കണ്ടായിരുന്നു എന്ന് കിരൺ ഇവരോട് പറഞ്ഞു.
അവള് ബൈക്കിൽ ഒരുത്തൻ്റെ കൂടെ പറ്റിച്ചേർന്നിരുന്ന് പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ നയനയ്ക്ക് ഭയങ്കര വിഷമം. അത് നമ്മൾ കണ്ടത് പോട്ടെ, അനിയും അത്തരം രംഗങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന കാര്യവും പറഞ്ഞു. അതുകൊണ്ട് അവൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും ആദർശേട്ടനോടും നയനേടത്തിയോടും പറഞ്ഞിട്ട് ഈ ബന്ധം ഒന്ന് വേർപെടുത്തി കൊടുക്കാനാണെന്ന് പറഞ്ഞു. എടാ, അത് അത്ര പെട്ടെന്നൊന്നും പറ്റുന്നതല്ല എന്ന് ആദർശ് പറയുമ്പം അങ്ങനെ പറ്റത്തില്ലെങ്കിൽ അവളെ നന്നാക്കി എടുക്കണമെന്ന് കിരൺ പറയുക. പക്ഷേ അവളുടെ അച്ഛനും അമ്മയും തന്നെ വെറും പാഴുകളാണ്, പിന്നെ എവിടെ നന്നാവാനാടാന്ന് കിരൺ അന്നേരം ഇവരോട് ചോദിച്ചു. അനിയെപ്പോലൊരു പാവം പയ്യന് ഇതുപോലൊരുത്തി ഒരിക്കലും ഭാര്യയായിട്ട് വരാൻ പാടില്ലായിരുന്നുവെന്ന് കിരൺ ഇവരെ വിമർശിച്ച് സംസാരിക്കുന്നു. ശരിയടാ എന്നും പറഞ്ഞിട്ട് കിരൺ എന്നിട്ട് അവിടെ നിന്ന് പോയി. കിരൺ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആദർശൻ നയനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുവാണ്. ഇത് കഴിഞ്ഞ് പിന്നെ ദേവയാനിയെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെന്നുവിട്ട മക്കൾ രണ്ടുപേരും. അപ്പോൾ ദേവയാനി അടുക്കളയിൽ കറിക്കരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവർ ചെന്ന് അമ്മയോട് കാര്യം പറയുക. ദേ, ആ സ്ഥലം വേണുവിൻ്റേതൊന്നും അല്ല അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ദേവയാനി നോക്കുക, അതൊരു അമേരിക്കക്കാരൻ്റേതാണെന്ന് പറഞ്ഞു. അവരതൊരു ഇടനിലക്കാരനെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നും ആ ഇടനിലക്കാരന് പൈസ കൊടുത്ത് സ്വാധീനിച്ചിട്ടാണ് വേണു ആ പ്രോപ്പർട്ടി സ്വന്തമാണെന്ന് പറഞ്ഞതെന്നും പറഞ്ഞു. ഇത് കേട്ട് നമ്മുടെ ദേവയാനി ഒരു എഴുന്നേക്കലങ്ങ് എഴുന്നേറ്റു. ആ 12 സെൻറ്റ് സ്ഥലം അമേരിക്കക്കാരൻ്റെ മാത്രം, അവിടെ വീട് വയ്ക്കാൻ വേണ്ടി അത് മാറ്റി വെച്ചിരിക്കുക, അല്ലാതെ ആർക്കും അത് കൊടുത്തിട്ടൊന്നുമില്ല എന്ന് നയന പറഞ്ഞു. അപ്പോൾ അവരുടെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞത് കള്ളമാണല്ലേ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ, ഇപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞു ആദർശം. നോക്കാൻ ആളില്ലാത്ത പ്രോപ്പർട്ടി സ്വന്തമാണെന്ന് പറഞ്ഞിട്ട് വലിയ തുക അഡ്വാൻസ് വാങ്ങി മുങ്ങുന്നവരുണ്ടെന്നൊക്കെ പറഞ്ഞു ഈ ആദർശ്. അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ പത്രത്തിലൊക്കെ വരുന്നുണ്ടല്ലോ. അനിയെ ഇഷ്ടപ്പെട്ട് അവളിവിടെ വരികയും ഇവിടെയുള്ളവരുടെ മനസ്സ് കീഴടക്കുകയൊക്കെ ചെയ്തപ്പോൾ കൂടുതലായിട്ടൊന്നും അവളെപ്പറ്റി അന്വേഷിച്ചില്ല എന്ന് ദേവയാനി പറയണം. കുഴി ചാടിക്കഴിഞ്ഞപ്പോഴിപ്പോൾ ആലോചിക്കുന്നത്, ശരിക്കും അവളുടെ വീട്ടുകാരെ പറ്റി അറിഞ്ഞിട്ട് മതിയായിരുന്നു അനിയുമായിട്ടുള്ള കല്യാണം എന്ന് പറയുമ്പോൾ അതെങ്ങനെ പറ്റും? അവളിവിടെ വന്നപ്പോൾ തന്നെ മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ അവൾ കയ്യിലെടുത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. അവൾക്കും അവളുടെ വീട്ടുകാർക്കും അറിയാം ഈ വീടിൻ്റെ നിയന്ത്രണം മുത്തശ്ശൻ്റെ കയ്യിലാണെന്നുള്ളത്. അതുകൊണ്ടാണ് അവൾ മുത്തശ്ശനെയും മുത്തശ്ശിയെയും അത്രയ്ക്ക് സ്വാധീനിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഓരോ സംഭവങ്ങൾ അറിയുമ്പോഴും എൻ്റെ മനസ്സിൽ തെളിയുന്നത് നമ്മുടെ അനിയുടെ മുഖമാണ്. അവളും അവനും തമ്മിൽ ബെഡ്റൂമിൽ രണ്ടായിട്ട് കഴിയുന്നത് ഇപ്പം നന്നായെന്ന് എനിക്ക് തോന്നുന്നതെന്ന് ദേവയാനി പറയുന്നു. അവൻ്റെ ഭാര്യയാകാനുള്ള ഒരു ഗുണവും അവൾക്കില്ലാന്നും ദേവയാനി പറഞ്ഞു. ഏതായാലും ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് ദേവയാനി ഇങ്ങനെ ഉറഞ്ഞു തുള്ളുമ്പോൾ, അമ്മ ഇപ്പം എന്താ പറയാൻ പോകുന്നതെന്ന് ചോദിച്ചു. അവളെ അച്ഛനെയും അമ്മയെയും ഇവിടെ ഞാൻ വരുത്തുമെന്ന് പറഞ്ഞ് ദേവയാനി അങ്ങോട്ടേക്ക് പോണു. അനാമികയുടെ ചീട്ട് കീറും ദേവയാനി, അത് ഉറപ്പാണ്. ഇത് പ്രശ്നമാവും ആദർശേട്ടാന്ന് നയന ചോദിക്കുമ്പോൾ, ആകുന്നെങ്കിൽ അത് ആവട്ടെ, അനിയുടെ ജീവിതത്തിൽ നിന്ന് അവൾ പോകുന്നെങ്കിൽ പോട്ടെ നയനയെന്ന് പറഞ്ഞു ആദർശ്. അപ്പം ഇതിനൊക്കെ കാരണക്കാരി ഞാനാണെന്ന് പറയും എന്ന് നയന പറയുമ്പോൾ, നീ അല്ലല്ലോ അവളുടെ അച്ഛനും അമ്മയല്ലേ കാരണക്കാരെന്ന് ആദർശ് ചോദിച്ചു. പിന്നെ മറ്റുള്ളവർ പറയുന്നതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർ വായിൽ വരുന്നത് ഓരോന്ന് വിളിച്ചു പറയും, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യവും ഇല്ല എന്ന് പറഞ്ഞു. എവിടെയാണോ ശരി അവിടെ നമ്മൾ നിൽക്കണം, അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണൊക്കെ തോണ്ടിക്കൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക നമ്മുടെ അനാമികക്കുട്ടി. അപ്പോഴാണ് ദേവയാനി ഇവളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഇവളങ്ങനെ ഇരിക്കുക. അപ്പോൾ ദേവയാനി ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ ചെന്നു. മോളുടെ അച്ഛനോടും അമ്മയോടും ഇവിടെ വരെ ഒന്ന് വരാൻ പറയണമെന്ന് പറയുമ്പം, എന്താ വല്യമ്മേ കാര്യം? അത് ഞാൻ അവരോട് നേരിട്ട് പറഞ്ഞോളാം എന്ന് ദേവയാനി പറഞ്ഞു. ഇവൾ പേടിച്ചു. നീ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ചെയ്യാൻ പറഞ്ഞു. അപ്പം അല്ല, പെട്ടെന്ന് അവരോട് ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ എന്തെങ്കിലും കാരണം കാണുമല്ലോ എന്ന് അനാമിക. ആ, കാരണമൊക്കെ ഉണ്ട്, അതിപ്പോൾ നിന്നോട് മാത്രമായിട്ട് പറയാനുള്ളതല്ല എന്ന് ദേവയാനി അനാമികയോട് പറഞ്ഞു. നീ വേറൊന്നും പറയണ്ട, നീ അവരെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മാത്രം മതി, ഇപ്പം തന്നെ പറയണമെന്നും പറഞ്ഞു. ശരി വല്യമ്മ, ഞാനിപ്പോൾ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞു അനാമികയെ. ദേവയാനി അങ്ങോട്ടേക്ക് പോയി. അനാമിക നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. ദൈവമേ എന്താ കാര്യം എന്നോർത്തിട്ട് അപ്പം തന്നെ കോൾ ചെയ്യുന്നു മകളുടെ. അപ്പോൾ വേണു അവിടെ ഇരിക്കുന്നു. രേവതി ഒരുങ്ങി വന്നു. എന്തിനാ വേണു ഏട്ടാ നമ്മളോട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞേ എന്ന് ചോദിച്ചു. നമ്മൾ കണ്ണായ സ്ഥലത്ത് 10-12 സെൻറ്റ് സ്ഥലം കാണിച്ചില്ലേ, അവിടെ ചിലപ്പോൾ പെട്ടെന്ന് കൺസ്ട്രക്ഷൻ നടത്തണമെന്ന് പറയാനായിരിക്കുമെന്ന് വേണു. ആ കിരണിനും കല്യാണിക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും വേണ്ടാന്ന് പറയണം കേട്ടോ. അത് അന്ന് തന്നെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് അതൊന്നും പറയാനായിരിക്കത്തില്ലെന്നേ വിളിക്കുന്നത്. അനിയും അനാമികയും തമ്മിൽ ഏതു നേരവും വഴക്കാണെന്നറിയാം. അതുകൊണ്ട് മൂർത്തി സാറ് ചിലപ്പോൾ പറഞ്ഞു കാണും പിള്ളേർ വീട് വെച്ച് മാറട്ടെ എന്ന്. അതുകൊണ്ട് കൺസ്ട്രക്ഷൻ നടത്താനായി ചിലപ്പോൾ പണം തരാനായിരിക്കും നമ്മളെ വിളിപ്പിക്കുന്നത്. അവർ കൺസ്ട്രക്ഷൻ നടത്തുകയാണെങ്കിൽ അവർ പറയുന്നത് പോലെ വെക്കാൻ പറയില്ലെന്ന് ചോദിച്ചു രേവതി. പക്ഷെ നമ്മൾ വെക്കില്ല. എങ്ങനെ വെക്കാനാ? അവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങാൻ ആ പ്രോപ്പർട്ടി നമ്മുടെ സ്വന്തമാണോ അതിന്? പിന്നെ അവർ പണം തരികയാണെങ്കിൽ വേണ്ടാന്ന് പറയൂ നിങ്ങൾ? പണം ആര് തന്നാലും അത് വേണ്ടാന്ന് പറയും എൻ്റെ രേവതി, പ്രത്യേകിച്ച് ഞാൻ. അത് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ വാങ്ങിച്ചെടുക്കാവുന്നേ.
എപ്പോഴായാലും നമ്മുടെ മോളിങ് പോരുമല്ലോ, അതുകൊണ്ട് ആ പണം ഇങ്ങോട്ട് പോരട്ടെ. കള്ളത്തരത്തിൻ്റെ പുറത്ത് കള്ളത്തരമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേണുവേട്ടാ. നമ്മുടെ മോളെ സ്വീകരിക്കാൻ അവിടെ ഒരുത്തൻ തയ്യാറല്ല. അപ്പം പിന്നെ ഇതൊക്കെ നഷ്ടപരിഹാരമായിട്ട് അങ്ങ് കരുതിയാൽ മതി. പിന്നെ അതിനുശേഷം കാശ് തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ ആദർശിൻ്റെ കഥകൾ പുറത്ത് പറയുമെന്നും പറഞ്ഞ് നമുക്ക് ഭീഷണിപ്പെടുത്താം. എങ്ങനെയുണ്ട് ഐഡിയ? ഞാൻ പറഞ്ഞില്ലേ അതൊരു തുറുപ്പ് ചീട്ടാ രേവതി നമുക്ക് എന്നും പറഞ്ഞ് വേണു മോഹക്കൊട്ടാരങ്ങൾ ഒരുപാട് നെയ്ത് കൂട്ടുവാണ്. ഇനിയിപ്പോൾ നമ്മുടെ മോൾ അനിയായിട്ട് പിണങ്ങി പിരിഞ്ഞിങ്ങോട്ട് വന്നാലും അനഘ എന്ന പെൺകുട്ടിയും അവളുടെ മോളും അനന്തപുരി തറവാടിനൊരു ഏണി തന്നെയാണ്, അതിനൊരു മാറ്റവും ഇല്ലെന്നും വേണു പറയുന്നു. അത് വെച്ച് നമുക്ക് മൂർത്തിയെയും കുടുംബത്തെയും ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കാമെന്നും. നീ പെട്ടെന്ന് വന്നേന്നും പറഞ്ഞുകൊണ്ട് വേണു ഭയങ്കര സന്തോഷത്തിൽ രേവതിയും കൂട്ടിയ അനന്തപുരിയിലേക്ക് എഴുന്നള്ളുകയാണ്. ഈ ഒരു സമയത്ത് അവിടെ വേറൊരുത്തി ഇതൊന്നും അറിയാതെ ചുമ്മാ കിടന്ന് ചലച്ചോണ്ടിരിക്കാം. എൻ്റെ മരുമോളെ കുറ്റക്കാരിയാക്കിയാലേ നയനയ്ക്കും ദേവയാനിക്കൊക്കെ സന്തോഷമാവുള്ളൂ അല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ജലജ, സമാധാനം മാത്രമൊന്നും അല്ലല്ലോ, ഇവരാഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിലേ നിന്റെ മരുമോള് പുറത്തു പോയാലല്ലേ പറ്റത്തുള്ളൂ ജാനകി എന്നും പറഞ്ഞുകൊണ്ട് ജലജ. അപ്പോൾ ദേവയാനി അവിടെ വന്നിരിപ്പുണ്ട്, അനാമയ്ക്ക് അവിടെ വന്നിരിപ്പുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിയാം. ഇനി മോളുടെ അച്ഛനെയും അമ്മയും കൂടെ വിളിച്ച് അപമാനിക്കാനാ നോക്കുന്നതെന്നും പറഞ്ഞ് ജാനകി. അപ്പം അവർ വരട്ടെ, അവരോട് ചോദിക്കാനുള്ളത് ചോദിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് ഒരു പറയും. നിനക്കത് കേൾക്കാവല്ലോ എന്ന് ദേവയാനി ജാനകിയോട് പറഞ്ഞു. അപ്പോഴേക്കും അനാമികയുടെ പിരികൊക്കെ അങ്ങനെ ചുളിഞ്ഞു ഇങ്ങനെ വല്ലാണ്ടായിട്ടിരിക്കുക. അപ്പോഴത്തേക്ക് രേവതിയും വേണുവും കൂടി വരുന്നു. അപ്പോഴേക്കും അനാമികതയെ അച്ഛനും അമ്മയും വന്നു എന്നും പറഞ്ഞ് കാണിക്കാട്ടോ. ഇവർ നോക്കുന്നു. അയ്യോ വലിയ ചിരിയൊക്കെ ചിരിച്ച് ഭയങ്കര പ്രതീക്ഷയോടെ കയറി വരുക രണ്ടുപേരും. അനാമികയുടെ ചെങ്കിൽ പഞ്ഞി വെച്ചാൽ കത്തും. അനാമിക പേടിച്ച് വിറച്ചാരണ്ട് ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കാം. ജാനകിയുടെ മുന്നിലും ഒട്ടും വിട്ടുകൊടുക്കാൻ നമ്മുടെ ദേവയാനി തയ്യാറല്ല. അവളെ എടുത്ത് ഉടുക്കുന്നുണ്ട് നമ്മുടെ ദേവയാനി. അതിനൊന്നും ഒരു മാറ്റവും വന്നിട്ടുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രസകരമായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി. ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.